കണ്ണൂർ കണ്ണപുരം കീഴാറിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. സംഭവത്തിൽ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. മുൻപും ഇയാൾക്കെതിരെ സമാന രീതിയിലുള്ള നിരവധി പരാതികൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നടത്തിയ പരിശോധനയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. വീട് വാടകയ്ക്കെടുത്ത അനൂപിന്റെ ബന്ധു ചാലാട് സ്വദേശി മുഹമ്മദ് ആശാമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തത്. അനൂപ് മുൻപും നിരവധി സ്ഫോടന കേസിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉത്സവത്തിന് മറ്റും ഉപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് വീട്ടിൽ നിർമ്മിച്ചിരുന്നതെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് വ്യക്തമാക്കി. 2016 കണ്ണൂർ പൊടിക്കുണ്ടിൽ നടന്ന സ്ഫോടന കേസിലെ പ്രതിയാണ് അനൂപ്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്ക സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് അന്ന് 15ഓളം വീടുകൾ പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. കേസിന്റെ വിചാരണ നിലവിലും തലശ്ശേരി കോടതിയിൽ പുരോഗമിക്കുകയാണ്. അന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇടപെട്ട് അനൂപിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളിൽ സംരക്ഷണം ഒരുക്കിയതായും ആക്ഷേപമുണ്ട്. കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് CPIM ആരോപണം. എന്നാൽ CPIM വാദം തള്ളി കോൺഗ്രസും രംഗത്തു വന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.